ഏയ് ഇത്ര നേരമായിട്ട് കാണാനില്ലല്ലോ. ഇത് എവിടെ പോയി കിടക്കുന്നു? ഇവിടം വരെ വരാൻ ഇത്ര സമയം എടുക്കോ? ഇനി എപ്പോഴാണ് അവ വരിക? കാണുന്നില്ലല്ലോ അവരെ. എവിടെ പോയി കിടക്കുവാ? ഒന്ന് നോക്കി നടക്കടാ. മതി മതി, ഇനി എന്റെ തലേ കയറണ്ട. അവരാണെങ്കിൽ വെണ്ടത്തോ ഇല്ല. ഇനി കാര്യം പറ, നീ എന്തിനാ ഇവിടെ കിടന്നിങ്ങനെ കറങ്ങുന്നേ? മോർണിംഗ് വാക്ക് ചെയ്യാനാണെങ്കിൽ ഇത് മോർണിംഗും അല്ല, ഉറക്കത്ത് നടക്കുന്നതാണെങ്കിൽ ഇത് രാത്രിയും അല്ല. എടാ നീ മറന്നുപോയോ? എന്റെ മെമ്പർമാവൻ എനിക്ക് വേണ്ടി സമ്മർ ചീപ്പ് അയച്ചിട്ടുണ്ട്. അതും തൊട്ടടുത്തുള്ള കടയിൽ നിന്ന്. അതിന്റെ ഡെലിവറി വരുന്നുണ്ട്. അതാ ചേട്ടാ, ഞാനൊരു കോമൺ സെൻസിന്റെ കാര്യം പറയട്ടെ. അടുത്തുള്ള കടയിൽ നിന്നാ വാങ്ങിയെങ്കിൽ പിന്നെ എന്തിനാ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നേ? നേരിട്ട് പോയി വാങ്ങിയ പോരെ. എടാ ബിരിയാണിയിലെ ആണി എവിടെയെന്ന് ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നു സുഹൃത്തെ, എന്റെ അടുത്തുള്ള കടയിൽ നിന്നല്ല, അമ്മാവന്റെ അടുത്തുള്ള കടയിൽ നിന്നാ ഓർഡർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം താമസിക്കുന്ന 3 ഗ്രാമവും 2 നഗരത്തിന് അപ്പുറത്താ. ഇനി ഏത് സമയത്ത് വേണമെങ്കിലും ഡെലിവറി പോയി എത്താം. എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്റെ പ്രിയപ്പെട്ട അമ്മാവന്റെ സമ്മാനം, എനിക്കുള്ള ഗിഫ്റ്റ് ഈ ട്രക്കിൽ തന്നെ കാണും. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഡെസ്റ്റിനേഷൻ ഇതാണ്. ചെളി വെള്ളമായല്ലോ. ആ അത് വിട്, ആ ട്രക്ക് പോട്ടെ. നമ്മുടെ ട്രക്ക് വരുന്നുണ്ടാവും. രാംലാലിന്റെ ഫലം മധുരമുള്ളതായിരിക്കും. എടാ കഷ്ടപ്പാടിന്റെ ഫലം മധുരമുള്ളതായിരിക്കും എന്നാണ്. എന്റെ വീടിനടുത്ത് പഴങ്ങൾ വിൽക്കുന്ന രാംലാലുണ്ട്. അയാള് വിൽക്കുന്ന പഴങ്ങളെല്ലാം ഭയങ്കര മധുരമാ. ഒരു ഡെലിവറി ഉണ്ടായിരുന്നു, പക്ഷെ കൺഫ്യൂഷൻ ഉണ്ട്. ഈ കാൽക്കുലേറ്റർ വാങ്ങൂ, ഒരു പ്രശ്നം സോൾവ് ചെയ്യൂ. ശരി, ഒരു 50 എടുത്തു. അതിനോട് 5 കൂട്ടിയിട്ട് ഒരു 55 ആക്ക്. അതിൽ നിന്ന് 70 കൂട്ടിയിട്ട് ഒരു 80 കുറച്ച്. അതിൽ നിന്ന് 120 ഡിവൈഡ് ചെയ്തിട്ട് അഡീഷൻ ചെയ്തിട്ട് സബ്സ്ട്രാക്ഷൻ ചെയ്യും. എന്നിട്ട് കിട്ടുന്നതിനെ 0.5 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ. ഇനി പറ, ഈ ഗോലി എന്ന് പറയുന്ന ആള് എവിടെ ഉണ്ടാകും? ഇത് നേരെ ചൊവ്വ ചോദിച്ചാ പോരായിരുന്നോ? ദിവസവും ട്രക്ക് ചുറ്റി കിടക്കുന്നോണ്ട് ഞാൻ സംസാരിക്കുന്നതും ചുറ്റി വളച്ചിട്ടാണ്. നിനക്കറിയാമോ നീ ആരുടെ ഓർഡറാ കൊടുക്കാൻ ലേറ്റ് ആക്കുന്നതെന്ന്? പട്ടാളം മുത്തശ്ശന്റെ ഠാ 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 എന്ന് പൊട്ടിച്ചാലുണ്ടല്ലോ, നീ ചെലന്തി വല പോലെ ആകും. മനസ്സിലായോ? എന്റെ പ്രിയപ്പെട്ട ചീപ്പ്, ഒരു മിനിറ്റ്, ചീപ്പിന്റെ കൂടെ എന്തോ കൂടി ഉണ്ട്, ഒരു സിൽവർ കളറുള്ളത്. ഇത് അതല്ലേ? ആ ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ ചുരുണ്ടുന്ന കാട്. ചുരുണ്ടി നോക്കിയാ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും. ഈ സമ്മാനം പോലെ. നീ ഇതെന്താ പറയുന്നത്? സത്യമാണോ? സത്യം. ഈ ചുരണ്ടുന്ന കാടിൽ ഞാൻ തന്നെ ചുരണ്ടാം. ഇല്ല, ഞാൻ ചോരണ്ടാ. എന്റെ സ്വഭാവം മാറ്റരുത്, ഞാൻ തന്നെ ചുരണ്ടിക്കൊള്ളാം. മനസ്സിലായോ? ഈ കാടിനെ കുറിച്ച് ഞാനല്ലേ പറഞ്ഞത്? അപ്പൊ ഞാൻ തന്നെ ചുരണ്ടും. ഇല്ല, ഞാൻ ചെയ്യാം. ഇല്ല, ഞാൻ ചുരണ്ടാം. ആരുടെയാണോ ചീപ്പ് അയാള് ചുരണ്ടും. വന്നിരിക്കുന്നു ചുരണ്ടാൻ വേണ്ടി. നിങ്ങൾ ഈ കമ്പനിയുടെ 100ാമത്തെ കസ്റ്റമർ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അതിഗംഭീര സമ്മാനം കിട്ടാൻ പോകുന്നു. അത് കുറച്ചു നേരത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരും. ജിങ്കട് ജിങ്ക. ചീപ്പിനോടൊപ്പം സമ്മാനം. ഇന്ന് കണി കണ്ടത് ഞാൻ എന്റെ മുഖം തന്നെയാണെന്ന് തോന്നുന്നു. എല്ലാം നല്ലത് തന്നെ നടക്കും. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കിട്ടാൻ പോകുന്ന സമ്മാനം അടിപൊളിയായിരിക്കും. നിനക്കെന്താ തോന്നുന്നത്? സമ്മാനം എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് ചീപ്പിനോടൊപ്പം എണ്ണയായിരിക്കും. ഒരേ ദിവസമായി ഞാൻ ഹെയർ മസാജ് ചെയ്തിട്ട് എന്ന് ഞാൻ മസാജ് ചെയ്ത് താകർക്കും. മസാജ് ഞാനും ചെയ്യും. എന്നാ ഈ സമ്മാനം എപ്പോഴാണ് വരുന്നേ? എടാ ഇവൻ നേരത്തെ വന്ന നോട്ട് പാഡ് അല്ലേ? ഇവൻ ആദ്യം ചുറ്റി വളയ്ക്കും, പിന്നെ കാര്യം പറയും. ഒരു ചോദ്യം ചോദിക്കും, ശരിയായിട്ട് ഉത്തരം പറഞ്ഞാൽ സമ്മാനം നേടാം. ഗോലി, ഇവൻ അവസാനം ചോദിക്കുന്ന ചോദ്യത്തിന് ആദ്യം ചോദിക്കുന്ന ചോദ്യമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ആദ്യം പറയുന്ന ഒന്നും ശ്രദ്ധിക്കണ്ട, അവസാനത്തെ ചോദ്യം മാത്രം കേട്ടാ മതി. 5ന്റെ ടേബിളിൽ 5 തവണ വരുന്നുണ്ട്. അതിനെ 8 കൊണ്ട് 9 കുടിക്കുമ്പോ കിട്ടുന്നത് എത്ര? വേഗം പറഞ്ഞോ.
ചോദ്യം ചോദിക്കേ. അത് തന്നെയാണ് ചോദ്യം. മനസ്സിലായില്ലേ? അറിയാൻ മേല ഞാൻ പൊക്കോട്ടെ. കണ്ടോ, നീ കാരണം ഞാൻ നേരെ ശ്രദ്ധിച്ചത് പോലുമില്ല. പറയൂ, പറഞ്ഞാലേ സമ്മാനം കിട്ടൂ. 105 എടുക്ക്, സമ്മാനം എടുക്ക്. ഹായ് ഫ്രണ്ട്സ്, ഒന്ന് സഹായിക്ക്. നിനക്ക് മാത്സ് അറിയില്ലല്ലോ, പിന്നെ എങ്ങനെ ആൻസർ പറഞ്ഞത്? എനിക്ക് മാത്സ് അറിയാമോ അറിയത്തില്ലയോ എന്നുള്ളതല്ല പ്രശ്നം, അവന് മാത്സ് അറിയത്തില്ല. വരൂ, ഗിഫ്റ്റ് തുറന്നു നോക്കാം. വളരെ വലിയ ഗിഫ്റ്റാണ്. ചീപ്പിനോടൊപ്പം ഇത്രയും വലിയ ഗിഫ്റ്റോ? സൈക്കിൾ ബൈക്ക്. ബൈക്ക് പോലുള്ള സൈക്കിൾ. സൈക്കിൾ പോലെയുള്ള ബൈക്ക്. അടിപൊളി. സൈക്കിൾ ബൈക്ക് കിട്ടിയിരിക്കുന്നു. അടിപൊളി. നിങ്ങളുടെ ഭാഗ്യമാണൊരു ഭാഗ്യം. എന്നെ പോലൊരു കൂട്ടുകാരനെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി ഞാൻ ഓടിച്ചു നോക്കാം സൈക്കിൾ ബൈക്ക് എത്ര അടിപൊളിയാണ്. കിക്കടിക്കല്ലേട്ടാ, ആഞ്ഞ് കിക്കടിക്ക്. എടാ, നീയാണോ കിക്കർ ചവിട്ടിയത് അതോ കിക്കറാണോ നിന്നെ ചവിട്ടിയത്? ഓക്കെ ഓക്കെ. എടാ, ഫ്രീ ആയിട്ട് കിട്ടുന്ന വണ്ടിയിൽ ഇങ്ങനെയൊക്കെ തന്നെയാ സംഭവിക്കുന്നത്. ഒരു കുഴപ്പമില്ല, നമുക്കിത് ഓടിച്ചാൽ മതിയല്ലോ. വേറൊരു രീതിയിൽ നമുക്കിത് ഓടിക്കാം. എടാ, കുറച്ചും കൂടി സ്പീഡിൽ ഓടിക്ക്, നല്ല രസമൊക്കെ വരട്ടെ. എടാ 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 എടാ, ഇത് കാറ്റിനേക്കാളും വേഗം ഉണ്ടല്ലോ. ഇത്രയും സ്പീഡോ? ഈ സൈക്കിൾ ബൈക്ക് കാറ്റിനോടൊന്ന് ചോദിച്ചു നോക്ക്, എന്റെ ടൗൽ എന്തിനാ എടുത്തോണ്ട് പോയതെന്ന്. ബ്രേക്ക് ഫെയിൽ. ഒന്നും പഠിക്കാത്ത കാരണം ബ്രേക്ക് ഫെയിലായി. മാറിക്കോ മാറിക്കോ മാറിക്കോ. ഏയ്, കല്യാണ പാർട്ടി, വഴിന്ന് മാറിക്കോ. ബ്രേക്കില്ല ബ്രേക്കില്ല ബ്രേക്കില്ല. എന്റെ കല്യാണം പോയേ. എടാ, സ്പീഡ് കുറയ്ക്കടാ, സ്പീഡ് കുറയ്ക്കേ, ഇല്ലെങ്കിൽ പെറ്റി അടിക്കും. ഞങ്ങൾ എത്ര സ്പീഡിലാ പോകുന്നത് അറിയാമോ? 80 കിലോമീറ്റർ സ്പീഡിലാണ് നിങ്ങൾ പോകുന്നത്, ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ 80 കിലോമീറ്റർ സ്പീഡിലല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ നിയമം ലംഘിക്കാൻ? വന്നിരിക്കുന്നു. ആഹോ, ഒന്ന് നിക്ക്. എടാ, നീ ഇത് പൊട്ടിച്ചോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഫ്രീ ആയിട്ട് കിട്ടുന്ന ബൈക്ക് നമുക്ക് ആവശ്യമില്ലാത്ത തലവേദന ഉണ്ടാക്കുന്നു. നീ എപ്പോഴാ പറഞ്ഞേ? ഞാൻ മനസ്സിൽ പറഞ്ഞായിരുന്നു, അത് നീ കേട്ടില്ലെങ്കിൽ നിന്റെ തെറ്റാ. ഒരു മിനിറ്റ്, നിങ്ങൾ രണ്ടുപേരും പേടിക്കണ്ട, ഞാനൊന്ന് ഫോൺ അടിക്കട്ടെ. ഫോണും പണിമുടക്കി. ഒരു കുഴപ്പമില്ല, ടയർ ഉള്ളവരേക്കും നമ്മൾ ഒട്ടും പേടിക്കണ്ട. നമ്മൾ ധൈര്യം കൈവിടണ്ടോ. ഇനി ധൈര്യം കൈവിടാം അല്ലേ? മുറുക്കെ പിടിച്ചിരുന്നു. വണ്ടിയുടെ ഭാഗങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എടാ, എനിക്കിപ്പോ പേടിയാവുന്നുണ്ട്.
എടാ മുമ്പിൽ ടെന്റ് ആണെന്ന് തോന്നുന്നു. അത് ടെന്റ് അല്ല, ബ്രിഡ്ജ് ആണ്, ബ്രിഡ്ജ്. ആ എനിക്കൊരു ഐഡിയ തോന്നുന്നു. പെട്ടെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ ചാടിക്കളയും. എന്നെ വേണമെങ്കിൽ വീണ്ടും ബസ് വെച്ചൊട്ടിക്കാം, പക്ഷെ നിങ്ങൾ രണ്ടുപേരും പോട്ടി പോകും. ഐഡിയ എന്താന്ന് വെച്ചോ, ചാടണം. ചാടിയോ ബ്രിഡ്ജിൽ പിടിക്കണം. 3 എണ്ണുമ്പോഴേക്കും ചാടിക്കോണം കേട്ടോ. ഓക്കേ ഓക്കേ. എനിക്ക് തോന്നുന്ന ചീപ്പിന്റെ കൂടെ ബൈക്ക് കിട്ടിയത് പേടിച്ച് മുടി എഴുന്നേറ്റ് നിൽക്കുമ്പോ ചീകാനാണെന്നാ. താങ്ക് യു കോഹ്ലി, നിനക്ക് നിന്റെ അപ്പൂപ്പനും അടിപൊളി ഗിഫ്റ്റ് ആയിരുന്നു. ഞാൻ എത്ര ദൂരം വേണമെങ്കിലും നടന്നു പോയിക്കോളാം, പക്ഷെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഗിഫ്റ്റ് വേണ്ടേ വേണ്ട. അപ്പൊ എല്ലാരും രക്ഷപ്പെട്ട സന്തോഷത്തിന് നമുക്ക് അല്പം മധുരം കഴിക്കാം. ശരിയാ പറഞ്ഞത്. സൈക്കിള് ബൈക്ക് കാരണം പേടിച്ച് വാ ഉണങ്ങിപ്പോയി. ഇപ്പൊ മധുരം കഴിക്കേണ്ടത് തീർത്തും ആവശ്യമുള്ള കാര്യം തന്നെയാ. വീണ്ടും ഒരു ചുരണ്ടുന്ന കാട്.